ഹലോ മക്കളെ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇതാ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കൂടെ തന്നെ പ്രഷർ എടുത്ത് നിങ്ങളെ ഒന്ന് ടെൻഷനാക്കാൻ പുറകെ തന്നെ ടീച്ചേഴ്സും ഫാമിലി എല്ലാവരും ഉണ്ടാകും അല്ലേ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ എഫേർട്ട് എടുക്കേണ്ടതും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും നമ്മളാണ്. കാരണം ഈ ഒരു സമയത്ത് എത്രത്തോളം ഹാർഡ് വർക്ക് നമ്മൾ ഇടുന്നു അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നമുക്ക് തന്നെയാണ് അത് എൻജോയ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു അവസാനത്തെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല എഫേർട്ട് ഇട്ട് പഠിക്കണം. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ മുഖത്ത് കണ്ട ചിരിയിലും അവർ പറഞ്ഞ വാക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, എത്രത്തോളം അതിനുവേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ അടുത്ത വർഷം റിസൾട്ട് അറിയുമ്പോൾ പറയണമെങ്കിൽ ആ ഒരു വർഷക്കാലം നിങ്ങളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി ഇക്കൊല്ലം അതായത് 9ാം ക്ലാസ് ഒക്കെ എന്ത് ചെയ്തു, സിലബസുകൾ ഈ ഒരു വർഷം മാറിയാണ് വന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ SSLCൻ്റെ സിലബസ് മാറും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുവരെയുള്ള സിലബസ് വെച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ പരീക്ഷ എഴുതാൻ പോകുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ടെൻഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ന് പറയുന്നത് അതായത് സിലബസ് മാറ്റം ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ഒരു പബ്ലിക് ബോർഡ് എക്സാം എന്ന് പറയുന്നത് അത്രത്തോളം ശ്രദ്ധിച്ച് വരുന്നതായിരിക്കും, അത്രത്തോളം ടഫ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കണം. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ച് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന പാറ്റേൺ മനസ്സിലാക്കി എഴുതിയാലേ നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഒരുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ് പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ, എത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നോ അത്രയ്ക്കോളം നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിച്ചേ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഫെസിലിറ്റേറ്റർ ആയിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ ഫാക്കൽറ്റീസ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് എന്താണോ കുറവുള്ളത് ആ കുറവിനെ നികത്തി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഡ്രീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാക്കൽറ്റീസ് ഉള്ളത്. അപ്പോൾ സൈലത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് എത്രത്തോളം കുട്ടികളാണ് നമ്മുടെ എക്സലൻസ് അവാർഡിൽ പങ്കെടുത്തതെന്നും ആ റിസൾട്ട് അവർ നേടിയെടുത്തതിൻ്റെ സന്തോഷം. ആ ഒരു സന്തോഷം നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നമ്മുടെ സൈലത്തിനോട് ചേരൂ. കാരണം നമ്മുടെ അസ്ത്ര ബാച്ചിലെ ക്ലാസ്സുകളിലൂടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് സെഷനിലൂടെയും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ച് നമ്മൾ പഠിക്കുന്നതിലൂടെയും നിങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം നമ്മൾ ഒരുങ്ങുന്നോ അത്രത്തോളം എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആവാൻ നമുക്ക് പറ്റും അല്ലേ. ബിക്കോസ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഒരു കാര്യം നല്ലോണം പഠിക്കുക, അത് നല്ല രീതിയിൽ എഴുതാൻ കഴിയുക. അപ്പോൾ നമുക്കറിയാം മിസ് എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമുക്ക് വേണ്ടിയാണോ പരീക്ഷ എഴുതുന്നത്, നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, പക്ഷെ പരീക്ഷ എഴുതുന്നത് എന്ന് പറയുന്ന ആ പരീക്ഷ മൂല്യനിർണ്ണയം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയാണ് അല്ലേ. അപ്പം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആ വാല്യൂ ചെയ്യുന്ന ആൾക്ക് 100% മാർക്ക് കൊടുക്കാൻ പാകത്തിന് വേണം നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വേണ്ടത്. അത് അത്രയും കോൺഫിഡൻ്റ്ലി നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആവണം, നല്ല രീതിയിൽ എഴുതി അത് ഫലിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് വെൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിലൂടെയുള്ള ക്ലാസ്സസ് പോകുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ യൂട്യൂബിലൂടെ ക്ലാസ്സസ് ഉണ്ട്, കുറേ കുട്ടികൾ അത് മാത്രം ആശ്രയിക്കുന്നവരുണ്ടാകും. പക്ഷേ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് കുറയ്ക്കാനാണ് നമ്മൾ ഈ പറയുന്നത് ബാച്ചിലേക്കും കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾ ബാച്ചിലോടും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും, അതിന് പുറമെ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സസോടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ഈ ഒരു SSLC ലൈഫ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു പ്ലാനോട് കൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയും. അപ്പം അത്രയും വെൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം ഈ വരാൻ പോകുന്ന ബോർഡ് എക്സാം എത്രത്തോളം ടഫ് ആകുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല, A+കളുടെ എണ്ണം എത്രത്തോളം കുറയുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വാല്യുവേഷൻ അതനുസരിച്ച് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറേ എക്സാമുകളിൽ പാറ്റേണുകളൊക്കെ മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കത് പ്രതീക്ഷിച്ച് കൂടായികയില്ല. അതുകൊണ്ട് എന്തിനും തയ്യാറായിട്ട് വേണം നമ്മൾ പഠിച്ച് പ്രിപ്പയർ ആകാൻ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഒരു ആദ്യത്തെ ബോർഡ് എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്, അതിൻ്റേതായ സീരിയസ്നെസ്സോട് കൂടി എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങണം. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്സുകളൊക്കെ അറിഞ്ഞ് ആ ഒരു
സപ്പോർട്ട് കൂടെ. കാരണം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങുക, ഇനിയും വൈകിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ടഫ്, അത് നിങ്ങൾക്ക് ഒരു A+ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. അത് ഷുവറാണ്, മിസ്റ്റർ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. See you there. Bye bye and all the best.